നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. എന്താണ് ഈ മനുഷ്യക്കടത്ത്? ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായപ്പോൾ നമ്മൾ എല്ലാവരും കേട്ട അധികം പരിചയമില്ലാത്ത ഒരു പദമാണ് മനുഷ്യക്കടത്ത്. യഥാർത്ഥത്തിൽ മനുഷ്യക്കടത്താണോ അവിടെ നടന്നത് എന്നതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനുഷ്യക്കടത്ത് എന്താണ്, അതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ, അതായത് മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ എങ്ങനെ വിവരിച്ചിരുന്നു എന്ന് മാത്രം പരിശോധിക്കുകയാണ്. അതിനെ NIA കോടതിക്ക് വിട്ട നടപടി UAPA ആക്ട് പ്രകാരം ഈ കുറ്റകൃത്യം ഒരു അൺലോഫുൾ ആക്ടിവിറ്റിയായി വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ്. എന്നാൽ ആ നടപടിയിലും തെറ്റുണ്ടെന്ന് സർക്കാർ തന്നെ ചിന്തിക്കുകയായിരുന്നു. ഇവിടെ മനുഷ്യക്കടത്തിന് കേസെടുത്തു. മനുഷ്യക്കടത്ത് എന്നുള്ളത് ഭാരതീയ ന്യായ സംഹിതയുടെ 143 വകുപ്പിൽ, അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 370 വകുപ്പിൽ അന്നുണ്ടായിരുന്ന ഒരു ശക്തമായ പ്രൊവിഷനായിരുന്നു. അതനുസരിച്ച് ചൂഷണത്തിനായി, ഇപ്പോൾ ഒരു വ്യക്തിയെ, ഏത് വ്യക്തിയുമാകട്ടെ, അതിന് മേജറോ മൈനറോ എന്നില്ല, ഒരു വ്യക്തിയെ ചൂഷണത്തിനായി കൊണ്ടുപോകുകയോ അത് എവിടെയെങ്കിലും എത്തിക്കുകയോ, ഇപ്പോൾ റെയിൽവേയിലാകട്ടെ, ഫ്ലൈറ്റിലാകട്ടെ, കപ്പലിലാകട്ടെ, എവിടേക്കെങ്കിലും എത്തിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയോ, നമ്മൾ സ്വീകരിക്കുകയോ, ഈ ആളെ ഉപയോഗിച്ച് നിങ്ങൾ ഇന്ന ജോലികൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയോ ചെയ്യുന്ന പക്ഷം അത് മനുഷ്യക്കടത്താണ്. എങ്ങനെ? അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. ഒന്ന്, ഭീഷണികൾ ഉപയോഗിച്ചാണ് ആ കടത്ത് നടത്തിയതെങ്കിൽ, നീ ഇങ്ങനെ വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും, അങ്ങനെയുള്ള ഭീഷണികൾ. അല്ലെങ്കിൽ ബലം ഉപയോഗിച്ച്, ബലപ്രയോഗം കൊണ്ടുള്ളതോ നിർബന്ധം കൊണ്ടുള്ളതോ, നീ ബാ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞുള്ള നിർബന്ധം കൊണ്ടുള്ളതോ ആയ കടത്തൽ, യൂസിങ് ഫോഴ്സ് ഓർ ഫോം ഓഫ് കൊയേർഷൻ എന്നാണ്. കൊയേർഷൻ എന്നുള്ള പദത്തിന് ഒരു സ്വാധീനം ഉള്ള നിർബന്ധം, അതാണ് പറയാവുന്ന മലയാളം. മറ്റൊന്ന് തട്ടിക്കൊണ്ടൽ പോകൽ വഴിയോ, തട്ടിക്കൊണ്ടു പോകണം, എടുത്ത് അടിച്ചു മാറ്റുന്ന രീതി. വേറൊന്ന് വഞ്ചനയോ, വഞ്ചന നടത്തുന്നതിലൂടെയോ, ഫോർ ചീറ്റിംഗ്, നിങ്ങളെ ഞാൻ കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത വിധത്തിൽ കടത്തിക്കൊണ്ടുപോകുന്നത്. അധികാര ദുർവിനിയോഗം വഴി, ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അങ്ങനെയായിരിക്കുന്ന ആൾ കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയാൽ നല്ലതായിട്ട് കഴിയാം, സുഖമായിട്ട് കഴിയാം, ഇങ്ങനെ പാൽപ്പൊടി കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, പ്രലോഭനങ്ങൾ, ഇതൊക്കെ അധികാര ദുർവിനിയോഗങ്ങളിൽ പെടും. അതുമല്ല എങ്കിൽ ബൈ ഇൻഡ്യൂസ്മെന്റ്, റിക്രൂട്ട് ചെയ്ത, കൊണ്ടുപോകുന്ന, അഭയം നൽകുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തിയെ നിയന്ത്രിക്കുന്ന ആളുടെ പേയ്മെൻറ്റുകളോ ആനുകൂല്യങ്ങളോ ഒക്കെ നൽകാം എന്നുള്ള രീതിയിൽ വരുന്നതും ഈ മനുഷ്യക്കടത്തിൻ്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭനം നടത്തി, അപ്പോൾ ഔദ്യോഗിക രേഖകളല്ല അവിടുത്തെ പ്രശ്നം. ഔദ്യോഗിക രേഖകൾ ഉണ്ടെങ്കിൽ പോലും ഈ മനുഷ്യക്കടത്തിൻ്റെ പരിധിയിൽ വരുത്താം എന്നാണ് 143 എന്നുള്ള ആക്ട് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒന്ന്, ആ ക്ലോസിൻ്റെ രണ്ടാമത്തെ എക്സ്പ്ലനേഷനാണ്. 143 വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ, അത് 370 വകുപ്പിലും ഉണ്ടായിരുന്നു, IPCയുടെ 370 വകുപ്പിലും ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ് പറയുന്നത്: ദ കൺസെന്റ് ഓഫ് ദ വിക്ടിം ഈസ് ഇമ്മറ്റീരിയൽ ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഒഫൻസ് ഓഫ് ട്രാഫിക്കിംഗ് എന്നാണ്. മനുഷ്യക്കടത്ത് കുറ്റകൃത്യമാണോ എന്ന് നിർണ്ണയിക്കുന്നതിൽ വിക്ടിം, ഇരയാക്കപ്പെട്ട ആരെയാണോ കടത്തിക്കൊണ്ടു പോയത്, അവരുടെ സമ്മതം ഒരു ഘടകമേ അല്ല. ഇതാണ് അവിടുത്തെ പ്രധാനമായ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഈ സമ്മതമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നപ്പോഴും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയത് അവർ മേജർ ആയിരിക്കാം, പ്രായമുള്ളവരായിരിക്കാം, സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം പോയത് എന്നൊക്കെ പറയുമ്പോഴും ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് അവർ ഒരിക്കലെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ അനുകൂലമായിരുന്നില്ല എന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് സംഭവിച്ചതാണ് ഈ കേസ് എടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ശരിയാണ്, ചില കാര്യങ്ങൾ വന്നു, അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലായി, അതിൻ്റെ പരിഹാരമുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്ന കൺസെന്റ്, സമ്മതം ഉണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞ മനുഷ്യക്കടത്തുനിന്നുള്ള കുറ്റകൃത്യം നിൽക്കും എന്നുള്ളതാണ്. വിശദീകരണത്തിൽ ചൂഷണം എന്നതും കൂടെ നിർവചിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ,
അത് ശാരീരിക ചൂഷണമാകാം. ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റും കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ, അതൊക്കെ അങ്ങനെയുള്ള, അതിനെ ലൈംഗിക ചൂഷണം, അടിമത്തം എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ കാലത്തെ അടിമത്തം പോലെ, നീ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുമോ, നിനക്ക് ഇത്ര രൂപയെ തരുള്ളൂ എന്നുള്ള രീതിയിലുള്ള അടിമത്തം, ദാസ്യവൃത്തി, ആരുടെയെങ്കിലും സെർവൻ്റായിട്ട് ജോലി ചെയ്യാൻ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഭിക്ഷാടനത്തിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ അവയവ കൈമാറ്റത്തിൻ്റെ അങ്ങനെയുള്ള സമാനമായ കാര്യങ്ങൾക്ക് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുട്ടി മൊഴി പറയാ, കൂടെയുള്ള വിക്റ്റിമായ ആൾ എന്നെ ഞാൻ അറിയാതെ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് ആദ്യത്തെ ദിവസം കേട്ടത്. അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ സ്വാഭാവികമായ പ്രതികരണം ഒരു കേസ് എടുക്കുക എന്നുള്ളതാണ്. അതിൽ തെറ്റുപറ്റാൻ മേലാകിയില്ല. എങ്കിലും മനുഷ്യക്കടത്ത് ഇത്രമാത്രം ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിരുന്നു. അതിന് 7 വർഷം ശിക്ഷ വരുന്ന മനുഷ്യക്കടത്തുകളുണ്ട്, 10 വർഷം വരെ ശിക്ഷ വരുന്ന മനുഷ്യക്കടത്തുകൊണ്ട്, ജീവപര്യന്തം, അപ്പോൾ ഇൻവോൾവ് ട്രാഫിക്കിംഗ് ഓഫ് എ ചൈൽഡ് ആണെങ്കിൽ അത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ, കുട്ടിയാണെങ്കിൽ, മൈനർ ആണെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ നൽകാവുന്ന മനുഷ്യക്കടത്തുകളുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ ഈ 143-ാം വകുപ്പിൽ മനുഷ്യക്കടത്തിനെ നിർവചിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിയമവും കൂടി ഈ കേസിൽ ഉൾപ്പെട്ടത്. അതിൽ മതപരിവർത്തനം നടത്തുന്നവർക്ക്, അത് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിൽ, ആ കുട്ടികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പോലും ഞാൻ ഇവിടുത്തെ ചർച്ചയല്ല, മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ നൽകാവുന്ന കുറ്റകൃത്യവുമാണ്. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടായ്മ, ഒരു സംഘടനയുടെ പേരിൽ പ്രതിഷേധം രൂപീകരിച്ചതും ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യക്കടത്തിന്, മതപരിവർത്തനത്തിന് ചേർന്ന കേസ് എടുക്കാനിടയായതും. അത് സ്വാഭാവികമായ ഒരു പോലീസ് പ്രതികരണമാണ്. അത് കേരളത്തിലും ചിലപ്പോൾ ഇരയാക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ മാസീവായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കേസെടുത്ത് ആളുകളെ ചാർജ് ചെയ്യാൻ നിർബന്ധിതരാകും പലപ്പോഴും പോലീസ്. അതിനെ നമുക്ക് സർക്കാരിനെ ഒന്നും പെട്ടെന്ന് കുറ്റപ്പെടുത്താൻ പറ്റില്ല, എങ്കിലും നിലവിലിരിക്കുന്ന സർക്കാരിൻ്റെ വീഴ്ചയായി അതിനെ വ്യാഖ്യാനിക്കാറുമുണ്ട്. അപ്പോൾ ഈ മനുഷ്യക്കടത്താണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിയമബോധി ചെറുതായിട്ട് ആ വിഷയത്തിൻ്റെ വകുപ്പുകൾ ഒന്ന് സംസാരിക്കാൻ തുനിഞ്ഞത്. നന്ദി, നമസ്കാരം.